ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കേണ്ടി വരുന്ന ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെ റിപ്ലൈ ചെയ്യണം എന്നുള്ളതും സിമ്പിളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാനും ആരും വിട്ടുപോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക. സമയം പാഴാക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം ഇത് ഒരുപാട് സിമ്പിളായി പോയല്ലോ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ബിഗിനർ ആയിട്ടുള്ള ആളുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ സെൻറ്റൻസ് പോലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറയുന്ന ആളുകൾ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം? നമ്മൾ ഒരുപാട് തവണ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് നിൻ്റെ പേര്? എന്താണ് നിൻ്റെ പേര്? അതെങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് യുവർ നെയിം. ഇനി വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെ റിപ്ലൈ ചെയ്യാം? വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിൻ്റെ പേര് എന്നുള്ളതിന് നമ്മൾ എങ്ങനെ മറുപടി പറയണം? എങ്ങനെ പറയണം? യെസ്, മൈ നെയിം ഈസ് സൂര്യ സദീവ്. മൈ നെയിം ഈസ് സൂര്യ സദീവ്. മൈ നെയിം ഈസ് സൂര്യ സദീവ്. അതായത് എൻ്റെ പേര് സൂര്യ സദീവ്. എൻ്റെ പേര് സൂര്യ സദീവ്. എപ്പോഴും നമ്മൾ ഒരു ഒഫീഷ്യലായിട്ട് നമ്മുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫുൾ നെയിം പറയാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സുണ്ട്? I'm 28 years old. I'm 28 years old. I'm 28 years old. എനിക്ക് 28 വയസ്സായി. എനിക്ക് 28 വയസ്സായി. I'm 28 years old. നിങ്ങളുടെ വയസ്സ് എത്രയാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വയസ്സിൻ്റെ ഭാഗം റീപ്ലേസ് ചെയ്ത് നിങ്ങളുടെ വയസ്സ് അവിടെ ചേർത്ത് പറയാം. I'm 28 years old. എനിക്ക് 28 വയസ്സായി. What do you do? What do you do? What do you do? നീ എന്ത് ചെയ്യുന്നു? നീ എന്ത് ചെയ്യുന്നു? എങ്ങനെ ചോദിക്കാം? What do you do? നീ എന്ത് ചെയ്യുന്നു? ഇനി അതിന് മറുപടി എങ്ങനെ പറയാം? ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്. അപ്പം ഞാൻ എങ്ങനെ പറയാം? I'm a teacher. I'm a teacher. ഞാൻ ടീച്ചറാണ്. I'm a teacher. ഞാൻ ടീച്ചറാണ്. ഇനിയിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എങ്ങനെ പറയാം? I'm a student. I'm a student. ഇനി ടീച്ചർ ആണെങ്കിൽ I'm a teacher. അപ്പോൾ ആ സെൻറ്റൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Is the exam hard? Is the exam hard? അങ്ങനെ പറഞ്ഞാൽ എന്താ? Is the exam hard? പരീക്ഷ കഠിനമാണോ? പരീക്ഷ കഠിനമാണോ? എങ്ങനെ ചോദിക്കാം? Is the exam hard? Is the exam hard? പരീക്ഷ കഠിനമാണോ? പരീക്ഷ എളുപ്പമാണ് എങ്ങനെ പറയാം? ഈ പരീക്ഷ എളുപ്പമാണ് എങ്ങനെ പറയാം? ബുദ്ധിമുട്ടല്ല, പരീക്ഷ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം? നോ ഇറ്റ്സ് ഈസി. നോ ഇറ്റ്സ് ഈസി. പരീക്ഷ കഠിനമാണോ എന്ന് ചോദിച്ചു അല്ലേ? ഇസ് ദ എക്സാം ഹാർഡ്? നോ ഇറ്റ്സ് ഈസി. നോ ഇറ്റ്സ് ഈസി. പരീക്ഷ എളുപ്പമാണ്. ഇറ്റ്സ് ഈസി. ഇനി പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്നെങ്ങനെ പറയാം? എങ്ങനെ പറയും? പരീക്ഷ ബുദ്ധിമുട്ട് ആണ് എന്നെങ്ങനെ പറയാം? It is difficult. The exam is difficult. The exam is difficult. പരീക്ഷ ബുദ്ധിമുട്ടാണ്. The exam is difficult. ഇനി പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ പറയാം? പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. അതെങ്ങനെ നമ്മൾ പറയാം? The exam was difficult. The exam was difficult. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. The exam was ഡിഫിക്കൽട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ആർ യു ഹംഗ്രി?
നിനക്ക് വിശക്കുന്നുണ്ടോ? അതിന് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാം? യെസ് ഐ എം ഹംഗ്രി. യെസ് ഐ എം ഹംഗ്രി. അതെ, എനിക്ക് വിശക്കുന്നു. യെസ് ഐ എം ഹംഗ്രി. ആർ യു ഹംഗ്രി എന്ന് ചോദിച്ചാൽ എന്താ? നിനക്ക് വിശക്കുന്നുണ്ടോ? ഇനി യെസ് ഐ എം ഹംഗ്രി. യെസ്, എനിക്ക് വിശക്കുന്നുണ്ട്. അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആ സെൻറ്റൻസും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻസിൽ ചോദിക്കാവുന്നതാണ്. മേ ഐ ബോറോ യുവർ പെൻസിൽ? മേ ഐ ബോറോ യുവർ പെൻസിൽ? ഇത്തവണ ഞാൻ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആദ്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മേ ഐ ബോറോ യുവർ പെൻസിൽ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മേ ഐ ബോറോ യുവർ പെൻസിൽ. ഞാൻ നിങ്ങളുടെ പെൻസിൽ കടം വാങ്ങിക്കട്ടെ. ഞാൻ നിങ്ങളുടെ പെൻസിൽ കടം വാങ്ങിക്കട്ടെ. മേ ഐ ബോറോ യുവർ പെൻസിൽ. അതിന് നമുക്ക് എങ്ങനെ മറുപടി പറയാം? ചിലപ്പോൾ ആ പെൻസിൽ നമുക്ക് ആവശ്യമുള്ളതായിട്ട് വന്നേക്കാം. അപ്പം നമ്മൾ എങ്ങനെ പറയും? ഐ എം സോറി ഐ നീഡ് ഇറ്റ്. ഐ എം സോറി ഐ നീഡ് ഇറ്റ്. എന്നോട് ക്ഷമിക്കണം, ഇതെനിക്കിപ്പോൾ ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുള്ളതാണ് എന്ന് പറയണം അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ഐ എം സോറി ഐ നീഡ് ഇറ്റ്. ഐ എം സോറി ഐ നീഡ് ഇറ്റ്. ഇനി നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആ പെൻസിൽ കൊടുക്കുന്നുവെങ്കിൽ എങ്ങനെ പറയാം? യെസ് യു ടേക്ക് ഇറ്റ്. യെസ് യു ടേക്ക് ഇറ്റ്. നീ എടുത്തോ അല്ലേ? യെസ് യു ടേക്ക് ഇറ്റ്. മേ ഐ യൂസ് യുവർ ഫോൺ? മേ ഐ യൂസ് യുവർ ഫോൺ? അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ. എന്ത് പറയാം? ഫോൺ ആയതുകൊണ്ട് പലരും എന്ത് പറയും? നോ ഡോണ്ട് ടേക്ക് ഇറ്റ്. നോ ഡോണ്ട് ടേക്ക് ഇറ്റ്. എന്ത് ചെയ്യരുത്? വേണ്ട, അത് എടുക്കരുത്. നോ ഡോണ്ട് ടേക്ക് ഇറ്റ്. നോ ഡോണ്ട് ടേക്ക് ഇറ്റ്. അത് എടുക്കരുത്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? എന്താണ് അതിൻ്റെ അർത്ഥം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് ഐ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ്. യെസ് ഐ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ്. ഞാൻ കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. യെസ് ഐ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ്. യെസ് ഐ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ്. ഞാൻ കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ക്വസ്റ്റ്യനും ഇത് കാണിക്കുകയും കൂടി ചെയ്തപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും. വാട്ട് ഈസ് ദിസ്? ഇത് എന്താണ്? ഇത് എന്താണ്? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? എങ്ങനെ പറയാം? ദിസ് ഇസ് എ പെൻ. ദിസ് ഇസ് എ പെൻ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ പെൻ. ഇതൊരു പേനയാണ്, അല്ലെങ്കിൽ ഇതൊരു പേനയാകുന്നു. ഇതൊരു പേനയാകുന്നു. എങ്ങനെ പറയാം? ദിസ് ഇസ് എ പെൻ. ദെൻ വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ്സ് എ ബാഗ്. അതൊരു ബാഗ് ആകുന്നു. ദാറ്റ്സ് എ ബാഗ്. ദാറ്റ്സ് എ ബാഗ്. വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ദാറ്റ്സ് എ ബാഗ്. അത് ഒരു ബാഗ് ആകുന്നു. ദാറ്റ്സ് എ ബാഗ്. മേ ഐ ടേക്ക് എ ബ്രേക്ക്? മേ ഐ ടേക്ക് എ ബ്രേക്ക്? ഇത് പല ജോലി സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരാറുള്ളതാണ് അല്ലേ? മേ ഐ ടേക്ക് എ ബ്രേക്ക്? മേ ഐ ടേക്ക് എ ബ്രേക്ക്? ഞാനൊരു ഇടവേള എടുക്കട്ടെ. ഞാനൊരു ഇടവേള എടുക്കട്ടെ. മേ ഐ ടേക്ക് എ ബ്രേക്ക്? ഞാനൊരു ഇടവേള എടുക്കട്ടെ. മേ ഐ ടേക്ക് എ ബ്രേക്ക്? സോറി നോട്ട് റൈറ്റ് നൗ. സോറി നോട്ട് റൈറ്റ് നൗ. ക്ഷമിക്കണം, ഇപ്പോഴല്ല. സോറി നോട്ട് റൈറ്റ് നൗ. ക്ഷമിക്കണം, ഇപ്പോഴല്ല. ക്ഷമിക്കണം, ഇപ്പോഴല്ല. സോറി നോട്ട് റൈറ്റ് നൗ. സോറി നോട്ട് റൈറ്റ് നൗ. ഇപ്പോൾ അല്ല. സോ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ മറുപടി, അതായത് റിപ്ലൈ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആവശ്യമായ സാഹചര്യങ്ങളിൽ എടുത്തങ്ങ് ഉപയോഗിച്ചേക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ആകുക.
പിന്നെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ അടിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്തേക്കുക, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. അങ്ങനെ തെറ്റി ആണ് നമ്മൾ പഠിക്കുക അല്ലേ. ഒരു തവണയൊക്കെ തെറ്റിയാൽ ഒന്നും ഒരു വിഷയമാക്കേണ്ടതില്ല. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ന് ഞാൻ പറയുന്നതാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. തുടർന്നും ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.